അറിവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന സ്നേഹത്തിന്റെ സുഗന്ധം പരത്തിയ ഒരു പുഞ്ചിരി ഇനി ഓർമ്മ. മഅ്ദിൻ അക്കാദമിയുടെ ജൈത്രയാത്രയിലെ ഓരോ ചുവടുവെപ്പും ഒരു നിധി പോലെ ഹൃദയത്തോട് ചേർത്തു പിടിച്ച അസ്ലം ഹസനി തലക്കെടുത്തൂർ വിടവാങ്ങിയിരിക്കുന്നു. കേവലം ഒരു അധ്യാപകനോ സംഘാടകനോ ആയിരുന്നില്ല അദ്ദേഹം. മഅ്ദിന്റെ കാൽനൂറ്റാണ്ടിലധികം വരുന്ന ചരിത്രം തന്റെ കൈവെള്ളയിൽ കാത്തുസൂക്ഷിച്ച വിശ്വസ്തനായ കാവലാളായിരുന്നു. 2000 ആണ്ടിലെ ഒരു മഴയുള്ള സ്വലാത്ത് നഗരിയിൽ നിന്നാണ് ആ ചരിത്രശേഖരണത്തിന്റെ തുടക്കം. താജുൽ ഉലമ പങ്കെടുത്ത ആത്മീയ സദസ്സ് കഴിഞ്ഞ് കിലോമീറ്ററുകളോളം നടക്കുമ്പോഴും തന്റെ കയ്യിലുണ്ടായിരുന്ന ലഘുലേഖകൾ മഴ നനയാതെ അദ്ദേഹം നെഞ്ചോട് ചേർത്തു പിടിച്ചു. അന്ന് തുടങ്ങിയ ആ ആവേശം കഴിഞ്ഞ 23 വർഷക്കാലം തുടർന്നുകൊണ്ടേയിരുന്നു. മഅ്ദിനുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ ഓരോ വാർത്താക്കുറിപ്പും പോസ്റ്ററുകളും സപ്ലിമെന്റുകളും അദ്ദേഹം തന്റെ മക്കളെ പോലെ പരിപാലിച്ചു. ഈ ശേഖരത്തിലെ ഓരോ കടലാസ തുണ്ടിനും ചരിത്രത്തിന്റെ ഗന്ധമുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇഹ്യാഉസ് സുന്നയുടെ വരാന്തകളിൽ ഇപ്പോഴും ആ പാദമുദ്രകൾ മായാതെ കിടപ്പുണ്ടാകണം. അസ്ലം ഹസനി കേവലം ഒരു ശിഷ്യനായിരുന്നില്ല, അർപ്പണബോധത്തിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു. റയീസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാരുടെ ഔദ്യോഗിക സേവകനായിരിക്കുമ്പോഴും തന്റെ മറ്റു ഗുരുനാഥന്മാരുടെ ചെറിയ ആവശ്യങ്ങൾ പോലും കണ്ടെറിഞ്ഞ് നിറവേറ്റാൻ അദ്ദേഹം സദാസജ്ജനായിരുന്നു. ഉസ്താദുമാർക്ക് ഭക്ഷണം എത്തിക്കാനും അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനും കാണിച്ചിരുന്ന ആ ജാഗ്രത ഒരു വലിയ ആത്മബന്ധത്തിന്റെ അടയാളമായിരുന്നു. വിജ്ഞാനത്തിൽ വ്യാപൃതനാകുന്നത് മറ്റെന്തിനേക്കാളും ഉത്തമമാണെന്ന വരികളായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ സ്ഥിര പല്ലവി. ആ വരികളെ അനർഥമാക്കുന്നതായിരുന്നു ആ വിടവാങ്ങലും. തന്റെ ഗുരുവര്യരുടെ ക്ലാസ്സിലേക്ക് പുറപ്പെട്ട ആ യാത്ര മരണത്തിലേക്കുള്ള യാത്രയാകുമെന്ന് ആരും കരുതിയില്ല. പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള ആ യാത്രക്കിടയിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. വിജ്ഞാനത്തെ പ്രണയിച്ച ആ പണ്ഡിതന് ആയിരങ്ങൾ കണ്ണീരോടെ യാത്രാമൊഴി നൽകി. ആ വിയോഗം മഅ്ദിൻ കുടുംബത്തിന് ഒരു നികത്താനാവാത്ത നഷ്ടമാണ്. അറിവിന്റെയും സ്നേഹത്തിന്റെയും ആ വലിയ ചരിത്രശേഷിപ്പുകൾ ഇനി വരും തലമുറകൾക്ക് വഴികാട്ടിയാകും. അല്ലാഹു അദ്ദേഹത്തിന്റെ പരലോക ജീവിതം ധന്യമാക്കട്ടെ. ആമീൻ.